ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ട ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ മഞ്ഞ ഭാഗം ഒഴിവാക്കിയിട്ട് അതിൻ്റെ വൈറ്റ് പോർഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണ്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കുന്ന വീഡിയോ മിസ്സായതാണ്. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ഒരു മയോണൈസ് തയ്യാറായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കട്ടി കൂടുതലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിൽ കിട്ടും മയോണൈസ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസാണ്. നമ്മൾ സാധാരണ പച്ചമുട്ടയൊക്കെ വെച്ച് തയ്യാറാക്കുമ്പോൾ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പേടിയേ ഇല്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്